റൗണ്ട് ഫ്രെയിം ഇടുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ ഈ ഈ ഈ ഫ്രെയിമിൻ്റെ ഈ റൗണ്ട് സ്ക്രൂ ഇല്ലാത്ത ഭാഗം നമ്മൾ അടിയിൽ വെച്ചിട്ട് തുണി മേളിൽ വെച്ച് സ്ക്രൂ ഉള്ള ഭാഗം മേളിൽ വെച്ച് ഇങ്ങനെയാണ് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമ്മൾ ഫ്രെയിം ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഫ്രെയിം ഇടുന്നതെന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്. നമ്മുടെ ഈ സ്ക്രൂ മുറുക്കുന്ന ഭാഗം നമ്മൾ തുണിയുടെ അടിയിലോട്ട് പോകും. എന്നിട്ട് നമ്മൾ തയ്ക്കുന്ന നല്ല വശം മേളിലോട്ടിട്ട് നമ്മൾ ഈ തുണി ഈ ചെറിയ ഫ്രെയിം അതിൻ്റെ കൂടെയുള്ള ഫ്രെയിം സ്ക്രൂ ഇല്ലാത്ത ഫ്രെയിം മേളിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യണം. നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ തയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. എന്നിട്ട് ഈ സ്ക്രൂ ഒന്ന് നമുക്ക് മുറുക്കി കൊടുക്കാം നല്ല രീതിയിൽ. വലിഞ്ഞൊന്നും പോകാതിരിക്കാനായിട്ട് നമുക്ക് ഈ സ്ക്രൂ ഒന്ന് നന്നായിട്ട് മുറുക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്നും കൂടെ ഒന്ന് വലിച്ച് ടൈറ്റാക്കി. കോട്ടൻ്റെ തുണി വെച്ച് തയ്ച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും കോട്ടൻ്റെ തുണി എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇത് കട്ട് വർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ടിപ്പൊക്കെ പറഞ്ഞു തരുന്നത്. പഠിച്ചു കഴിഞ്ഞവർക്ക് ഇതൊക്കെ ഒരു ഓർമ്മ പുതുക്കലും ആകാം. ഓക്കെ. നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ അടിനൂലിട്ട് കൊടുത്തു, നൂലിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ സൂചി നമ്മൾ എടുത്തു. ഓക്കെ. നമുക്ക് നേരെ ഒന്ന് തയ്ച്ച് നോക്കാം. നേരെ തയ്ച്ച് നോക്കി. നമ്മൾ നല്ലതായിട്ട് ടൈറ്റാക്കി വലിച്ചിട്ടത് കൊണ്ട് ഈ നൂല് ഇവിടെ തുണിയൊന്നും വലിഞ്ഞ് അതൊരു വൃത്തികേടായിട്ട് മാറിയില്ല.